എന്നുള്ളതെന്ന് ഓർത്തുകൊള്ളുക. നിങ്ങളുടെ വീട്ടുകാർക്ക് പോയി, അത്രേ ഉള്ളൂ. നിങ്ങളുടെ ജീവിതം നിങ്ങൾ തീർത്ത് കിട്ടി. ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ജീവിതം ജീവിക്കാനായിട്ട് എങ്ങനെ ജീവിക്കണം എന്ന് പഠിക്കാതെ ഞാൻ തോറ്റു എന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങ് പോയി ചാകും. നിങ്ങളുടെ വീട്ടുകാർക്ക് പോയി വേറെ ഒന്നും ഈ ഭൂമിക്ക് സംഭവിക്കാനില്ല, നിങ്ങൾ ഓർത്തുകൊള്ളുക. അതേസമയം മറിച്ച് ആ നിമിഷം എനിക്കങ്ങനെ തോന്നുന്നുവെങ്കിൽ ദിസ് വിൽ ഓൾസോ പാസ് നിങ്ങൾ പറ. ഇതും കടന്നു പോകും, ഈ നിമിഷവും കടന്നു പോകും. ഇപ്പം ജോലിയിലാണ് നിങ്ങൾക്ക് സ്ട്രെസ് എങ്കിൽ റിസൈൻ ചെയ്യുക. സൂയിസൈഡ് അല്ല അതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. റിസൈൻ ഇറ്റ്. വേണ്ടെന്ന് വെക്കാം ജോലി. നിങ്ങൾക്ക് എന്ത് സ്ട്രെസ് കൊണ്ടുവന്നു അത് വേണ്ടെന്ന് വെക്കാൻ പഠിക്കുക. ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ നോക്കുക. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, എനിക്ക് ഈ ജോലി അറിയത്തില്ലല്ലോ, എനിക്കിത് എടുക്കാൻ ഒക്കത്തില്ലല്ലോ, അവരെന്നെ വഴക്ക് പറയുമല്ലോ, അവരെന്നെ അബ്യൂസ് ചെയ്യുമല്ലോ, എന്നെ ഓഫീസിൽ തെറി പറയുമല്ലോ, എന്നെ എല്ലാവരോടും കളിയാക്കുമല്ലോ. ഇതൊന്നും ഓർക്കാൻ വേണ്ട നിങ്ങൾ. ഇതൊന്നും സൂയിസൈഡിന്റെ ഒരു റീസണേ അല്ല. സോ പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്. ദിസ് വിൽ ഓൾസോ പാസ്. ഇതും കടന്നു പോകും. അങ്ങനെ എടുക്കുക, ഇതും കടന്നു പോകും. ഇനി ഒക്കത്തില്ലയോ അറിയാവുന്നവരോട് ചോദിക്കുക. ഇനി നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രിപ്പിൽ എടുക്കാൻ ഒക്കത്തില്ലയോ, നിങ്ങളൊരു നല്ല സൈക്കോളജിസ്റ്റിനെ പോയി കാണുക, ഒരു കൗൺസിലിംഗ് ഒക്കെ ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ നിന്ന് റിലീഫ് കിട്ടും. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എങ്ങനെ പുറത്ത് വരണമെന്ന് നമ്മളെപ്പോലുള്ളവർ പറഞ്ഞു തരും. ഐ ആം എ സൈക്കോളജിസ്റ്റ്. എനിക്കറിയാം ഇതിന് എങ്ങനെ പുറത്ത് വരണം. ഐ ആം ടെലിങ് യു. എന്നെപ്പോലെ ഒരുപാട് ലക്ഷക്കണക്കിന് കൗൺസിലേഴ്സ് ഉണ്ട്, സൈക്കോളജിസ്റ്റുകളുണ്ട് ഈ ലോകത്ത്. നിങ്ങളുടെ തന്നെ നാട്ടിലുകൾ കാണും. പ്ലീസ് കോൺടാക്ട് ദം. അവരൊന്ന് കോൺടാക്ട് ചെയ്ത് ആസ്ക് ദം, ഞാൻ എന്ത് ചെയ്യണം, എനിക്കിങ്ങനെ ഇഷ്യൂസ് ഉണ്ട്, ഞാൻ എന്ത് ചെയ്യും. നിങ്ങൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത്. ആത്മഹത്യ ചെയ്താൽ ആർക്കൊന്നും പോകാനില്ല, നിങ്ങൾക്ക് മാത്രമേ പോകാനുള്ളൂ. നിങ്ങൾ ഓർത്തു, ലോകം ഇതേപോലെ തന്നെ പോകും. ഇതിലും ബ്യൂട്ടിഫുൾ ആയിട്ട് ലോകം മുന്നോട്ട് പോകും. സോ ജീവൻ അവസാനിപ്പിക്കാൻ നോക്കരുത്. ജീവൻ നിങ്ങൾക്ക് കിട്ടിയതാ. എത്രയോ പേര് കൊതിക്കുന്നറിയോ? എത്രയോ പേർക്ക് രോഗം കൊണ്ട് കൊച്ചു പ്രായത്തിലൊക്കെ എത്രയോ പേര് മരിക്കുന്നതെന്നറിയാമോ? ജീവിക്കാൻ കൊതിയായിട്ട്, ജീവിക്കാൻ ആഗ്രഹിച്ച് ഇരിക്കുന്ന എത്രയോ പേര് ജീവിതം കിട്ടാതെ പോകുന്നുണ്ടെന്നറിയാമോ? നിങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കരുത്. നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണിത്. മാത്രമല്ല, എന്നെപ്പോലുള്ളവർക്ക് ഒരു സെൻറ്റിമെൻറ്റ്സും തോന്നാറില്ല. ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്നെപ്പോലുള്ളവർക്ക് ഒരു സെൻറ്റിമെൻറ്റ്സും തോന്നത്തില്ല. എന്നെപ്പോലെ ഒരുപാട് പേരുണ്ട്. കാരണം നമ്മൾക്കറിയാം ആവശ്യമില്ലാത്തൊരു കാര്യമാണ് അത് ചെയ്തെന്ന് നമുക്കറിയാം. സെൻറ്റിമെൻറ്റ്സ് എടുക്കത്തില്ല. ഞങ്ങൾ ആരും സെൻറ്റിമെൻറ്റ്സ് എടുക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ആത്മഹത്യ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ അത് പോവും. എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടോ, ജീവിതത്തിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടോ, എടുക്കാൻ ഒക്കാതെ ഉണ്ടോ, പ്ലീസ് കോൺടാക്ട് എ കൗൺസിലർ, പ്ലീസ് കോൺടാക്ട് എ സൈക്കോളജിസ്റ്റ്. അവർ പറഞ്ഞു തരും. നിങ്ങൾക്ക് വേയ്സ് ഉണ്ട്, തെറപ്പീസ് ഉണ്ട് ഇതിൽ നിന്ന് ഈ ചിന്തയിൽ നിന്നൊക്കെ പുറത്തു വരാൻ. അതുകൊണ്ട് ഓർത്തോണം, സൂയിസൈഡ് ഒന്നിനൊരു പരിഹാരമല്ല. മനസ്സിലായോ? ഒന്ന് ചിരിച്ചേ. അങ്ങനെ ഒരു സ്ട്രെസ്സിലാണ് നിൽക്കുന്നെങ്കിൽ ഒന്ന് ചിരിക്കടോ. മനസ്സിലായി ഞാൻ പറയുന്നത്?